എപ്പോഴും പോകുമ്പോഴും വരുമ്പോഴും പോസ്റ്റിന്റെ മണ്ടല്ല ഞങ്ങളുടെ നോട്ടം. പത്തനംതിട്ട കോന്നിയിൽ അംഗൻവാടിക്ക് സമീപം ചരിഞ്ഞു വീഴാറായ വൈദ്യുതി പോസ്റ്റ് ആഴ്ചകളായി കയറ് കെട്ടി നിർത്തി KSEB. മെയ് മാസം അവസാനം ചരിഞ്ഞ പോസ്റ്റാണ് ഇപ്പോഴും ഇതേ നിലയിൽ തുടരുന്നത്. കോന്നി പഞ്ചായത്ത് 18-ാം വാർഡ് കോന്നി ചിറ്റൂർമുക്ക് കോട്ടപ്പാറ റോഡിലാണ് വീഴാറായ പോസ്റ്റ്. തൊട്ടടുത്ത് അംഗൻവാടിയും ഒട്ടേറെ വീടുകളുമുണ്ട്. ധാരാളം ആളുകൾ കടന്നു പോകുന്ന വഴി. കഴിഞ്ഞ മെയ് 29-നാണ് കാറ്റിലും മഴയിലും പോസ്റ്റ് ചെരിഞ്ഞത്. 4 ദിവസത്തോളം കറണ്ടില്ലായിരുന്നു. പലവട്ടം പരാതിപ്പെട്ട ശേഷമാണ് ദിവസങ്ങൾക്ക് ശേഷം കയറിട്ട് സമീപത്തെ വീട്ടുമുറ്റത്തെ തെങ്ങിലേക്ക് ഈ പോസ്റ്റ് വലിച്ചു കെട്ടിയത്. റെഡിയാക്കി തരാം, അവിടെ പിള്ളേരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും അന്നേരം അവർ അനങ്ങവില്ല. അവർ പറയുന്ന ആളില്ല വന്ന് ചെയ്യാൻ. വന്ന് ചെയ്ത് വരാൻ നേരത്തെ അവരോട് പറഞ്ഞപ്പോൾ പറഞ്ഞ് പിന്നെ അതിനെ മണ്ടയ്ക്ക് കമ്പ് ഒടിഞ്ഞ് വീണ് കിടപ്പുണ്ടായിരുന്നു. ആ കമ്പ് എടുത്ത് മാറ്റാൻ പറഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾ മാറ്റിയാലേ അവർ ചെയ്തു തരത്തുള്ളൂ. ഇങ്ങനെ നമ്മളെല്ലാവരും കൂടി എടുത്ത് മാറ്റിക്കഴിഞ്ഞാണ് അവർ ഇത് തന്നെ എന്നിട്ടും വടം വെച്ചാൽ കെട്ടിയിട്ട് പിറ്റേ ദിവസം വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ അനങ്ങിയിട്ടില്ല. 2 മാസത്തോളമായി. ഒരുപാട് കുട്ടികൾ നടന്നു പോകുന്നതാ, ആൾക്കാർ പോകുന്നതാ, വണ്ടി വരുന്നത്, ഞങ്ങളെല്ലാം ഇതിനോടൊപ്പം എപ്പോഴും പോകുമ്പോഴും വരുമ്പോഴും പോസ്റ്റിന്റെ മണ്ടല്ല ഞങ്ങളുടെ നോട്ടം. അവര് അന്നേരം ഇവിടെ കറണ്ട് ഇല്ലാതിരുന്ന സമയത്ത് വന്നു കഴിഞ്ഞേച്ച് പറഞ്ഞു ഇവിടെ കെട്ടാൻ പോവാന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കെട്ടാനൊക്കത്തില്ല, പിന്നെ ഞങ്ങൾക്ക് ഒരു പെര വയ്ക്കേണ്ടത് അതിലാണ്. അപ്പോൾ പറഞ്ഞ മാമി രാവിലെ തന്നെ ഞങ്ങൾ ഇത് അഴിച്ചു മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം വലിച്ചു പറിച്ചിട്ട് എൻ്റെ വീട്ടിലോട്ടുള്ള വയറും എല്ലാം വലിച്ചിട്ടേച്ചാ പോയത്. പിന്നെ ഞാൻ തന്നെ അത് വലിച്ചു കിട്ടുമായിരുന്നു. ഇതിപ്പോൾ ഏകദേശം 2 മാസമായിട്ട് ഇങ്ങനെ ഈ പോസ്റ്റിൽ ഒരു മരം ഒടിഞ്ഞ് വീണുണ്ടായ സംഭവമാണ് കാറ്റത്ത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം അവർ വന്നിട്ട് മരമൊക്കെ വെട്ടി മാറ്റി 3 ദിവസം കഴിഞ്ഞാണ് കറണ്ട് വന്നത്. അത് കഴിഞ്ഞ് ഇപ്പോഴ് ഇവർ വന്നിട്ട് ഈ പോസ്റ്റൊക്കെ നോക്കിയിട്ട് പ്ലാസ്റ്റിക് കയറിട്ടിട്ട് അടുത്തുള്ള വീടിൻ്റെ ഒരു തെങ്ങിൽ കെട്ടിയിട്ടുണ്ട്. പൊട്ടി വീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരണം. കുറവങ്ങാട് സ്വദേശി ഫാത്തിമയാണ് മരിച്ചത്. വൈദ്യുതി ലൈനിന് മുകളിലേക്ക് വീഴുന്നു. അങ്ങനെ വൈദ്യുതി ലൈനും മരക്കൊമ്പുമായി അടുക്കള ഭാഗത്തേക്ക് അത് ഒരുമിച്ച് വീഴുന്നു. ആ സമയത്ത് അതിൽ നിന്ന് ഷോക്കേറ്റ് വന്നതാണ്. വീടിന് മുകളിലേക്കൂടെയുള്ള ലൈനാണല്ലേ? വീടിന് മുകളിലേക്കുള്ള ലൈനാണ്. ഇല്ല, അത് ഒരു പറഞ്ഞു ഇതിന്റെ മുന്നേ അത് മാറ്റണം എന്നുള്ളത് വീടിന്റെ മേലെ കൂടെ ആയതുകൊണ്ട്. പക്ഷെ അന്നേരം എല്ലാവരും കൂടി ഒത്ത് കുറേ പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് മാറ്റാൻ പറ്റിയില്ല. പിന്നെ ഇതിങ്ങനെ പ്രതീക്ഷിക്കാത്ത നേരത്തെ ഇത് സംഭവിച്ചത്. ലൈൻ വീണ് ഉമ്മ വന്ന് ഇത് എടുത്തു നോക്കും, എങ്ങനെ എന്താ സംഭവിച്ചത്? മരം ഒച്ച കേട്ടിട്ട് വന്നപ്പോൾ ചില മരം ഇങ്ങനെ ലൈൻ തൂങ്ങി നിന്നപ്പോൾ അത് അറിയാണ്ട് ഇങ്ങനെ പിടിച്ചു പോയത്. തിരുവനന്തപുരം നെടുമങ്ങാട് അക്ഷയ് എന്ന ബിരുദ വിദ്യാർത്ഥിയുടെ ജീവൻ എടുത്തത് KSEBയുടെയും അധികൃതരുടെയും അനാസ്ഥയാണ്. കാലപ്പഴക്കമുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റ് അത് മാറ്റണമെന്ന് നാട്ടുകാർ പലതവണ ആവശ്യപ്പെട്ടതാണ്. പരാതി അടക്കം നൽകി. പക്ഷേ KSEB ഒരു നടപടിയും എടുത്തില്ല. റബ്ബർ മരം മുറിച്ചു മാറ്റുന്ന കാര്യത്തിൽ ഒരു പരിധിയിലധികം ഇടപെടാൻ സാധിക്കില്ല എന്നാണ് KSEB അറിയിച്ചത്.